ഇസ്ലാമിക ലോകത്തെ പണ്ഡിതയും പ്രബലയുമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിത, വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഒരേ ഒരു സ്ത്രീ എന്ന റെക്കോർഡ് ലഭിച്ച ഏക വനിത ജാമിദ ജാമൂസ്. ഞാനും മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ഒരു ആശയവും തൊട്ട് തീണ്ടാത്ത ചേകന്നൂരിൻ്റെ ആളായിക്കൊണ്ട് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പുരുഷന്മാർക്ക് ഇമാമായി നിന്ന റെക്കോർഡ് സ്ഥാപിച്ച റെക്കോർഡ് ജാമിദ നടത്തിയ കുപ്രസിദ്ധമായ നമസ്കാരം നമുക്കൊന്ന് കാണാം. ചേകന്നൂർ മൗലവിയുടെ ഈ ജാമിദീയ രൂപം ജനിക്കുന്ന സമയത്ത് കരഞ്ഞിക്കാണോ അതോ ചിരിച്ചിക്കാണോന്ന് ഓളുണ്ടാക്കിയവരോട് തന്നെ ചോദിച്ചു നോക്കണം. ചേകന്നൂർ മൗലവിന്റെ ആശയം കൊണ്ട് നടന്ന് അവിടെ കുറെ പ്രസംഗവും നടത്തിയിട്ട് ഞാനും മുസ്ലിമായിരുന്നു എന്ന് പറയാം ഒരു നാണുമില്ലല്ലോ ഈ ജാതിക്ക്. കാരണം ചേകന്നൂർ എപ്പോഴാണ് മുസ്ലിമായത്? ആ ചേകന്നൂരിന്റെ ആശയം പിൻപറ്റിയ ഓളെങ്ങനെ മുസ്ലിമാവുക? ചേകന്നൂർ മൗലവിയുടെ ആശയപ്രകാരം പ്രവർത്തിക്കുന്ന ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയിൽ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് സാധാരണ പുരുഷന്മാർ തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത്. ഇനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്താനാണ് സൊസൈറ്റിയുടെ തീരുമാനം. രാജ്യത്ത് ആദ്യമായാണ് ഒരു സ്ത്രീ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതെന്നും ഇവർ അവകാശപ്പെടുന്നു. ഇവളൊക്കെ ശരിക്കും പറഞ്ഞാല് വല്ല ക്രിസ്ത്യാനിയോ മജൂസിയോ ജൂതേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി മാറണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ മതക്കാരുടെ ഭാഗ്യം കൊണ്ട് ഈ വേസ്റ്റ് അങ്ങോട്ടൊന്നും അടിഞ്ഞില്ല. അടിയാൻ കണ്ടത് ഈ പറഞ്ഞ ആരിഫിന്റെയും ജബ്ബാറിന്റെയും കൂടെ തന്നെ പാറ്റിയ ടീമാ. ഇതിന് വിലക്കൊന്നുമില്ല. ആണിനോ പെണ്ണിനോ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു വേർതിരിവും ഖുർആനിലെ ഒരു തരത്തിലുള്ള വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് കോലം. ഇസ്ലാമിക ലോകത്ത് ഇന്ന് വരെ പറയാത്ത ആശയങ്ങൾ പറഞ്ഞോള് എന്തായി? പുറത്തു പോയി. അതിന് സംശയമൊന്നുമില്ലല്ലോ, പുറത്തേക്കുള്ള വഴിയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതൊക്കെ ജന്മനാ ഇങ്ങനെ പോവാനുള്ളതാണ്. അതിലാരും എന്ത് ചെയ്യണ്ട, അതിശയപ്പെടണ്ട. ഇങ്ങനത്തെ 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 ലക്ഷക്കണക്കിന് ആൾക്കാർ പോയാലും ഇസ്ലാമിന് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഓൽക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലേന്ന് ഒരു നോക്കിയാൽ മതി. സ്ത്രീക്കും ഇത് പാടുണ്ട്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ മാത്രം ഇതങ്ങനെ അവരുടെ മാത്രം ഒരു ചട്ടുകമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു? സത്യത്തിൽ എന്തൊക്കെയോ ചിന്തിക്കണു, എന്തൊക്കെയോ പറയണു. ഓൾ അടുപ്പത്ത് അപ്പം ചൂണ്ട മാതിരിയാണ് പറയണത്, ചട്ടുകമായി ഉപയോഗിക്കുന്നു. പുരുഷന്മാർക്ക് മാത്രം, അവർക്ക് മാത്രം. എന്താ പറയണ്ടെന്ന് തന്നെ അറിയില്ലാണ്ട് പറയാ. വല്ലതും വരികയാണെങ്കിൽ വരട്ടെ. ഖുർആനിന്റെ ആഹ്വാനം അനുസരിച്ചിട്ടാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾക്കൊന്നുകൂടി തെളിയിക്കണമായിരുന്നു. ഇജിപ്പോൾ പറഞ്ഞ തെളിയിക്കലുണ്ടല്ലോ, ആ തെളിയിക്കൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നെ പെറ്റ തള്ള സഹിച്ചാത്ത സ്വഭാവമാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നതും ഇനിയിപ്പോൾ നാട് കാട്ടാനും പോകുന്നത്. ഒരു രക്ഷയില്ല മോളെ. കാരണം ആ കോലത്തിലാണ് എൻ്റെ സംസാരവും എൻ്റെ കാട്ടിക്കൂട്ടലും എൻ്റെ ചെയ്തിയും ഒക്കെ അങ്ങനെ തന്നെ, ഒരു സംശയമില്ല. ജുമാക്ക് ഇമാമായി നിന്ന് ഏക പണ്ഡിത, ഒന്നും പറയാനില്ല, മരണമാസ്. ആ കുത്തുബയ്ക്കും നമസ്കാരത്തിനും ഇനി കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കും. ആ കുത്തുബ നീടൂലാന്ന് അത് കണ്ടാൽ തന്നെ അറിയാം. കാരണം ഓള് പിടിച്ച ചേകന്നൂരിനാണ്. കാരണം അവിടെ നിന്നാൽ ചിലപ്പോൾ ജീവൻ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് വേഗം എന്ത് ചെയ്തു, ഓക്ക് പറ്റുന്നിടത്തേക്ക് ഓൾ അടിഞ്ഞു. അങ്ങനെയാണ് ചില വേസ്റ്റുകൾ അടിയണ്ടടുത്ത് പോയി അടിയും. അത് കുളച്ചണ്ടി നീക്കാൻ നീങ്ങൂല എന്ന് പറഞ്ഞ മാതിരി അതാണ് നീങ്ങി. ഇനി അത് ഇങ്ങോട്ട് നീക്കണ്ട, ഇങ്ങോട്ടോട്ട് നീങ്ങൂല, ഇങ്ങോട്ടോട്ട് നീക്കണ്ടേനും. ഫോണിലൂടെയും നേരിട്ടും ഭീഷണികളുണ്ടെന്നും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ജാമിദ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ച ഏക വ്യക്തി ജാമിദ അൽ ജാമിദിയ രൂപം. പക്ഷെ എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. പെറ്റ തള്ള സഹിക്കൂല, ഉണ്ടാക്കിയ വാപ്പിയും സഹിക്കൂല. ഇങ്ങനൊരു ജന്മം. എന്നിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സംസാരിക്കുക. ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും ഈ പ്രവാചകനോ അല്ലെങ്കിൽ ഇസ്ലാമോ മുസ്ലിങ്ങളോ ഇവളെന്തൊക്കെയോ കാട്ടിയ പോലെ. ഇവർക്ക് ഇസ്ലാമിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, വിശ്വസിക്കാൻ പറ്റിയില്ല. അതാരെയും തെറ്റല്ല. ഇവൾ ഇസ്ലാമിന് പുറത്തു പോയി, അതും ആരെയും തെറ്റല്ല. പിന്നെ ഇവളൊരാൾ അല്ലെങ്കിൽ ഇവളെപ്പോലെ 1000 ആൾക്കാർ അല്ലെങ്കിൽ 1,00,000 ജാമിദീയ രൂപങ്ങൾ ഇസ്ലാമിൻ്റെ പുറത്ത് പോയാൽ ഇസ്ലാമിന് എന്താ സംഭവിക്കുക?
ഇവൾക്ക് എന്ത് സംഭവിപ്പിക്കാൻ കഴിഞ്ഞു? ഇവളും ജബ്ബാറും ആരിഫും ലിയാഖത്തും തുടങ്ങി എല്ലാ ജാമിതീയ രൂപങ്ങളും കൂടിയിട്ട് ഇസ്ലാമിന് എന്ത് സംഭവിപ്പിക്കാൻ ഇവൾക്ക് കഴിഞ്ഞു? വെറുതെ യൂട്യൂബ് കളിച്ച് വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ ഒരു മാർഗം കണ്ടെത്തുക, ജീവിച്ച് ആണ് അവസാനിപ്പിക്കാനുള്ളത്. ഇത് തുടങ്ങിയാലോ, ഇത് പുറത്തേക്ക് വന്നു, ആരെ കാരണത്താലോ പുറത്തേക്ക് പോന്നു. പുറത്തേക്ക് പോകുന്ന സാധനം അവസാനിപ്പിക്കണമെങ്കിൽ വരുമാനമാണല്ലോ, പ്രത്യേകിച്ച് ഈ കാലത്ത്. അപ്പം എന്ത് വേണം? വെറുതെ യൂട്യൂബ് കടന്ന് എന്ത് ചെയ്യണം? കുരക്കണം, പട്ടികൾ കുരക്കും പോലെ കുരക്കുക, എന്നാലും കിട്ടട്ടെ. അങ്ങനെയാണ് ജീവിച്ച് തുലക്കാന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം മതം എന്താണെന്ന് പഠിച്ചിട്ടുമില്ല. ആകെ ചേകന്നൂരിൻ്റെ കൂട്ടുകൂടി കുറച്ച് ദിവസം നടന്നു. ചേകന്നൂർ ഏതായാലും ഇസ്ലാമിനെതിരാണ്, പിന്നെ ഇപ്പോൾ ഓളായിട്ട് ഇസ്ലാമിനെതിരെ കാണിക്കാക്കണ്ടല്ലോ. പിന്നെ ചേകന്നൂർ ഇസ്ലാമിനെതിരാണെങ്കിൽ ചേകന്നൂരിൻ്റെ അടിമ എന്നുള്ളവർക്ക് ഓളെന്ത് ചെയ്യണം? അതിൻ്റെ ഡബിൾ ആവണം, അതിന് സംശയമൊന്നുമില്ല. ഇപ്പം എന്നിട്ട് കടന്ന് പൊളച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിനെതിരെ. ആർക്ക് പോയി? എന്തൊക്കെയാണെങ്കിലും പണ്ഡിതയും പ്രമുഖയുമായ ഈ ഒരു ജാമിതീയ രൂപം ഇന്ന് ലോകം കണ്ട സാമൂഹിക പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം, ലോകത്ത് കാണുന്ന എല്ലാ മതങ്ങളുടെയും സംരക്ഷണം എല്ലാം കൂടി ഏറ്റെടുത്ത് അവശനിലയിലായി മുന്നോട്ടു പോകുന്ന ഏക വനിത. റമളാൻ മാസമായതുകൊണ്ട് ഞങ്ങള് യുദ്ധത്തിനൊന്നുമില്ല. ആകാശവാണി ജാമും കൊണ്ട് വാർത്തകൾ വായിക്കുന്നത് ജാമിതീയ രൂപങ്ങൾ. സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് പാപമോചനത്തിന്റെ നാളുകളാണ്, പുണ്യത്തിന്റെ പൂക്കാലമാണ്. പാപമോചനത്തിന്റെ നാളുകൾ, പുണ്യങ്ങളുടെ പൂക്കാലം, അത് തന്നെയാണ്, ഒരു സംശയവുമില്ല. നിനക്കല്ല, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക്. ഇവിടെ അങ്ങാടി കൂടി നടക്കുന്ന പോത്താളെ പോലുള്ള അനക്കെന്ത് വിശ്വാസം? തെരുവ് കൂടി നടക്കുന്ന നായ്ക്കളെ പോലെ നടക്കണം നിങ്ങൾക്കൊക്കെ എന്ത് വിശ്വാസം? ഇവിടെ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും അവരുടേതായ മതം വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പോത്താൾക്ക് മതമില്ല എന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ പോത്താൾ കടന്ന് എന്ത് ചെയ്യണ്ട? മതമുള്ളൂ അല്ലെ പരിഹസിക്കേണ്ട ഒരാവശ്യമില്ല. പോത്താൾ പുല്ല് ചാകാനാകുമ്പോൾ ചാത്താൽ അതങ്ങനെ പോവും. അതിൻ്റെ അടിയിൽ ആരെങ്കിലും തിന്നാണെങ്കിൽ തിന്നാന്നല്ലാതെ ഇവറ്റൊക്കെ എന്ത് മതം? എന്നിട്ട് ആ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് എത്ര മതങ്ങളുണ്ട്? ഈ മതങ്ങൾക്കൊന്നും എതിരെ എനിക്ക് സംസാരിക്കാനില്ല. ഇസ്ലാമിനെതിരെ, ഇസ്ലാം തന്നെ എന്തോ കാട്ടിയ പോലെ ഇങ്ങനെ ഇസ്ലാമിനെതിരെ ഇജല്ല. എൻ്റെ തറവാട് മൊത്തത്തിൽ ഇനി അവിടുന്ന് അങ്ങോട്ട് മരിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലൊക്കെ കൂടി വന്ന് ഇസ്ലാമിനെതിരെ ഇജ്ജും എൻ്റെ ജബ്ബാറും എൻ്റെ ലിയാഖത്തും ഇങ്ങളടങ്ങുന്ന എല്ലാവരും കൂടി വന്നിട്ട് ഇസ്ലാമിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതുവരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു ജാമിദ? 170,000 കൂലി കിട്ടുന്ന ഒരു മാസമാണ്, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ടവർ പുറത്തന്നെ നിൽക്കണം, ഒരു സംശയവുമില്ല. കാരണം എന്താ പറയുക, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും 70,000 എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു കൊടുത്തുള്ള തെറ്റിദ്ധാരണ. അപ്പോൾ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച പോലെ കുഴപ്പം, അല്ലെങ്കിൽ എന്നെ ഉണ്ടാക്കിയ പോലെ കുഴപ്പം. ഇതിലേതെങ്കിലും ഒന്നല്ലാതെ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഇസ്ലാമികമായ കാര്യങ്ങളല്ല. ഇജ് എവിടെ നിന്നൊക്കെ പഠിച്ചു? ഇജ് കുറേ ചേകന്നൂരിൻ്റെ പിന്നാലെ കൂടി എന്നല്ലാതെ അനക്കെന്ത് ഇസ്ലാം? എന്നിട്ട് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും 70,000 കിട്ടും. എവിടുന്ന ഇജ് മതത്തെക്കുറിച്ച് പഠിച്ചത്? ഒന്നിനുമില്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാനിൽ പൊട്ടുന്ന ബോംബുകൾക്ക് ഒരു കുറവുമില്ല. ശരിയാണ്, അങ്ങ് പാകിസ്ഥാനിൽ പൊട്ടുന്ന ബോംബുകൾക്ക് ഒരു കണക്കുമില്ല. ഈ കണ്ട ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും പെറ്റ് വളർത്തുന്ന ജാമിദക്ക് ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ കഴിയോ? അമേരിക്കയിൽ പൊട്ടിയാലോ പാകിസ്ഥാനിൽ പൊട്ടിയാലോ ഒക്കെ ജാമിദാന്റെ മക്കൾ തന്നെയല്ലേ, എങ്ങനെ സഹിക്കാൻ കഴിയും? ഒരു റമളാൻ 1 പൊട്ടി, റമളാൻ 2 3 പൊട്ടി, റമളാൻ 3 5 സ്ഫോടനം. ഞങ്ങൾ സമാധാനക്കാരാണെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. ജാമിദ, ഇജും ഒരു മുസ്ലിമായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന സമയമുണ്ട് ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ അന്നെപ്പോലെ കുറേ മുസ്ലിങ്ങൾ ഈ ലോകത്ത് ഇന്നുണ്ട്. അത് ഇജ് മനസ്സിലാക്കുക. എല്ലാവരും പരിപൂർണമായിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അംഗീകരിക്കുന്നവരല്ല. ഇജു അങ്ങനെ തന്നെയാണ്. ഇജ് ഇപ്പോഴും ഇസ്ലാമിനെ കുറ്റം പറയുന്നത് ഇജ് ജീവിച്ചിടത്തോളം കാലം ഇസ്ലാമിൻ്റെ ഒരു കാര്യം അംഗീകരിക്കാതെ ജീവിച്ച മനുഷ്യനാണ്. എന്നിട്ട് അന്നെപ്പോലുള്ള ആളുകൾ അവിടെ ഇവിടെയൊക്കെ ബോംബ് പൊട്ടിക്കും. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിക രാജ്യമാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ അന്നെപ്പോലുള്ള പോത്താൾ വേറെയുണ്ട്. എല്ലാ രാജ്യത്തും ഇസ്ലാം എവിടെ ഉണ്ടോ അവിടെയൊക്കെ നിന്നെ പോലെ
മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാതെ പോത്തായിട്ട് മൃഗങ്ങളെ പോലെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ കാട്ടുന്ന തോന്നിവാസം മുഴുവൻ എന്ത് ചെയ്യരുത്, ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെച്ച് അതിൽ നിന്നും പണം ഉണ്ടാക്കി വെറുതെ തടിച്ചു കൊഴുത്ത് വലിയൊരു പോത്തായി മാറാൻ ശ്രമിക്കാതിരിക്കുകയാണ് എനിക്ക് ഉത്തമം. ഇപ്പോൾ കൊച്ചിയിലെ പരദേശി സിനഗോഗിന് പോലീസ് ശക്തമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. പോലീസിന് സുരക്ഷ നൽകാനുള്ള ആഹ്വാനം നൽകിയത് തന്നെ ജാമ്യതയാണ് എന്ന് തോന്നും പറയുന്നത് കേട്ടാൽ. എന്തൊക്കെയോ കേൾക്കുന്നു, എന്തൊക്കെയോ വിളമ്പുന്നു. ഇവളെപ്പോലെയുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ശാപമായ സംഘികളും ഇവൾക്ക് ഉണ്ണാനും ഉറങ്ങാനും സൗകര്യം കൊടുക്കുന്ന സംഘികൾ, അവരെ താങ്ങി നടക്കുന്ന ജാമ്യതയും ജബ്ബാറും ലിയാഖത്തും, ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ അച്ചാരം വാങ്ങി വിഴുങ്ങി ജീവിക്കുകയും അവർ കൊടുക്കുന്ന പണം പോരാഞ്ഞിട്ട് യൂട്യൂബിൽ കയറി ഇസ്ലാമിനെതിരെ എന്തൊക്കെയോ വിളിച്ചു കൂവി അതിൽ നിന്നും പണമുണ്ടാക്കുകയും ജീവിച്ച് ചത്തുപോവാൻ ഒരു ഉപാധി കണ്ടെത്തുകയും ഒരു മാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു തരം നികൃഷ്ടജീവികളായി മാറിയ ഇവർക്ക് എവിടെ പൊട്ടിയാലെന്ത്, എവിടെ പൊട്ടിച്ചാലെന്ത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സംഘികളുടെ അജണ്ട പ്രകാരം കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനും മുസ്ലിങ്ങൾ ഉത്തരവാദിയല്ല. നീ അച്ചാരം വാങ്ങുന്ന സംഘികൾ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള നന്ദി നീ കാണിച്ചു കൊണ്ടേയിരിക്കുക. നന്ദി കാണിക്കാൻ ഒരു പോത്താണെങ്കിലും കുറച്ചെങ്കിലും കഴിവ് വേണമല്ലോ. കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് കൊച്ചി ജൂതപള്ളിക്ക് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഇനി പരസ്യത്തിലേക്ക് പോകാം. 24 മണിക്കൂറും സായുധ പോലീസ് സാന്നിധ്യവും നിരീക്ഷണവുമുണ്ട്. ബോംബ് സ്ക്വാഡും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. 457 വർഷം പഴക്കമുള്ള കൊച്ചി പരദേശി സിനഗോഗ് ഭാരതത്തിലെ പ്രധാന ജൂത ദേവാലയങ്ങളിൽ ഒന്നാണ്. ഇസ്രായേൽ പ്രസിഡന്റ് വിസ്മാൻ, എലിസബത്ത് രാജ്ഞി, ചാൾസ് രാജകുമാരൻ തുടങ്ങിയവർ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. പ്രതിദിനം 500 മുതൽ 1500 പേര് വരെ സന്ദർശനം നടത്തുന്ന ജൂതപള്ളി കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ്. അത് ശരി, അങ്ങനെ പറയേ. അനക്ക് അവിടുന്ന് നേരിട്ട് ഉത്തരവ് കിട്ടിയിട്ടുണ്ടാവും. ഇജ് വാങ്ങണ അച്ചാരത്തിന് ഇജന്നെ നന്ദി കാണിക്കണ്ടേ? ലിയാക്കത്ത് വാങ്ങണീനല്ലേ ലിയാക്കത്ത് കാണിക്കുള്ളൂ. ജബ്ബാർ വാങ്ങണീനുള്ളൂ ജബ്ബാറും കാണിക്കുക. അപ്പൊ എൻ്റെ പണി ഇജന്നെ എടുത്തു കൊള്ളണം. ആർക്കും ഒന്നും സംഭവിക്കാനില്ല. എൻ്റെ ഭൂതി ഇജ്ജിങ്ങനെ പൊളഞ്ഞാല് ഇതാകെ ഭൂമിയാകെ കുലുങ്ങി ആകെപ്പാടെ എന്തെങ്കിലും സംഭവിച്ച് ആകാശം പൊളിഞ്ഞാടുന്ന എൻ്റെ ഭൂതി. എന്തായാലും ബാക്കി കൂടി ഞാൻ കുരച്ച് തീർക്കേ. 1948 ഇസ്രായേൽ സ്വതന്ത്രമായതോടുകൂടി 1000-ലേറെ ജൂതന്മാർ മടങ്ങിയെങ്കിലും ജൂത സമൂഹം തന്നെയാണ് ഇന്നും സിനഗോഗിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത്. മതനിയമങ്ങളെ തുടർന്ന് ആരാധനാക്രമങ്ങൾ നടക്കാറില്ലെങ്കിലും അന്യദേശത്ത് നിന്നെത്തുന്നവർ ചേർന്ന് ഇടയ്ക്കിടെ പ്രാർത്ഥന നടത്താറുണ്ട്. ജൂത വിവാഹങ്ങളും ഈ കേന്ദ്രത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞല്ലോ, എൻ്റെ വാർത്ത വായിക്കൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇടക്കിടക്ക് ഇങ്ങനെ വാർത്തകളൊക്കെ വായിച്ച് നല്ല കുട്ടപ്പനായിട്ട് നടക്കുക കേട്ടോ. അല്ലാതെ നിന്നെ കൊണ്ട് വേറൊന്നും സാധിക്കൂല. യൂട്യൂബിൽ കയറി 4 വീഡിയോ ഇട്ട് ഇജും ലിയാക്കത്തും ജബ്ബാറും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് അതിന്ന് എന്തെങ്കിലും വരുമാനമൊക്കെ വാങ്ങി അതിന്ന് ഇങ്ങനെ തിന്ന് ജീവിക്കാനായിട്ട് എന്ത് ചെയ്യേ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോ, കുഴപ്പമില്ല. പക്ഷെ അത് മുസ്ലിങ്ങൾക്കെതിരെ തന്നെ ചെയ്തോളും. ഇജ് മുസ്ലിങ്ങൾക്കെതിരെ ഇനിയും പ്രവർത്തിക്കണം. അപ്പോഴേ ഇസ്ലാം വളരുള്ളൂ. ഇജ് നിർത്തിപ്പോകരുത്. ദയവ് ചെയ്ത് എൻ്റെ പ്രവർത്തനം നിർത്തരുത്. ഇജ് 1000 കുതിര ശക്തിയോടെ കൂടി ഇനിയും നിന്റെ നശിച്ച നാവ് ഇസ്ലാമിനെതിരെ കുരച്ചുകൊണ്ടേയിരിക്കണം. അത് ഇസ്ലാമിന് നന്മയാണ്. നിന്റെ നാവിന് ഇസ്ലാമിന് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല.